ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്കാണ് നമ്മൾ വരുന്നത്. 2-ാമത്തെ അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. ഉണ്ടോ? അനുഗ്രഹീതയായ ഒരു പ്രിയപ്പെട്ടവളെക്കുറിച്ചാണ് പറയുന്നത്. ആ സ്ത്രീ വളരെ വയസ്സ് ചെന്നവളായിരുന്നെങ്കിലും അവരുടെ ഒരു പ്രത്യേകത പറയുകയാണ്, രാവും പകലും ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥന കഴിക്കുന്ന ഒരു സ്ത്രീ. ആരായതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹനുവേലിൻ്റെ മകളായ ഹന്നയ അല്ലേ? എത്ര വയസ്സുണ്ട് ഈ സ്ത്രീക്ക്? ഇപ്പോൾ 103 വയസ്സുണ്ട്. കാരണം കന്യകാപ്രായത്തിന് ശേഷം 7 വർഷം ഭർത്താവിനോടുകൂടി ജീവിച്ചതിന് അനന്തരം 84 വർഷമായിട്ട് വിധവയായി ജീവിക്കുന്നവരാണ്. കന്യകാപ്രായം എന്നൊക്കെ പറയുന്ന ഒരു 13 വയസ്സാണ് അല്ലേ? അപ്പോൾ 13 വയസ്സിൽ വിവാഹ ജീവിതത്തിലേക്ക് വന്നെങ്കിൽ 7 വർഷം ജീവിച്ചെന്ന് പറയുമ്പോൾ 13 7 20 അല്ലേ? 20 വയസ്സിന് ശേഷം അവരെന്ത് ചെയ്തു? വിധവയായിട്ട് മാറി. പിന്നെ ഇപ്പം വിധവയായിട്ട് എത്ര വർഷമായി? 84 വർഷമായി. അന്നേരം 84 20 കൂടെ വരുമ്പോൾ എത്ര വരും? അതെത്രാന്നോ അത്രേ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ഈ 84 വർഷമായിട്ട് അവരൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ, ഒരേ ഒരു കാര്യം. എന്താ? ദേവാലയം വിട്ടുപിരിയുന്നില്ല. പിന്നെന്തോ ചെയ്തുകൊണ്ടിരിക്കുക? ഉപവസിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പറയാൻ പറ്റും വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ എന്ത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ ഹന്നയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. 84 വർഷമായിട്ട് ഒരേ കാര്യം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പിൻപിൽ ഇങ്ങനെ ഓരോ ദിവസവും നീ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? 1-2 ദിവസമല്ലല്ലോ, 84 വർഷമായിട്ട് ആരാധിക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒറ്റ കാര്യം ചെയ്യുന്നു. എന്താ? ആരാധിക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. അല്ല, ഇതല്ലാതെ വേറെ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കോവിഡ് കാലത്ത് ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ ദൈവം സഹായിച്ചു. അത് പവർഷൻ TV എല്ലാ ചൊവ്വാഴ്ചകളിലും അതിൻ്റെ ഈ അഡ്വൈസറി ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അവിടെ വെച്ചാൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത്. എന്തോ ശുശ്രൂഷകളാണ് ഈ മാസം കൊടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അന്നേരം ഒരു പ്രാവശ്യം ഡയറക്ടർ ബോർഡിലുള്ള ആളുകളൊക്കെ കൂടിയിരിക്കുന്ന ഒരു യോഗം. ആ യോഗത്തിനകത്ത് അവർ പറഞ്ഞു, പ്രായോഗികമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം, നമുക്ക് ഇച്ചിരി കൂടെ ആളുകളിലേക്ക് സ്വാധീനം ചെലുത്തണം. അന്നേരം എന്താണ് പുതിയ നൂതന പദ്ധതികൾ ആരംഭിക്കേണ്ടത്? എല്ലാവരും ഒക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ലാസ്റ്റ് KC John സാറിൻ്റെ അഭിപ്രായ സമയം വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ പറ എന്താ ഇനി പുതുതായിട്ട് ചെയ്യേണ്ടത്? അന്നേരം അദ്ദേഹം പറയാ, ഇപ്പം നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ആരാധിക്കുന്നു. ഇനി നമുക്ക് നേരെ തിരിക്കാം, ആരാധിക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതല്ലാതെ വേറെ ഏതെങ്കിലും നൂതന പദ്ധതി പറ. സ്തോത്രം. അത് മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വേറെ ഒരു പദ്ധതിയും ചെയ്യരുതേ, വേറെ ഒരു അജണ്ട ഇതിനകത്ത് കയറ്റരുതേ. ഇത് അസാധാരണമായ ആത്മപകർച്ചയുമായി കണക്ട് ചെയ്യുന്ന കാലഘട്ടമായതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കുക, എവിടെ ഉപവസിക്കുമോ, എവിടെ പ്രാർത്ഥിക്കുമോ, എവിടെ ആരാധിക്കുമോ, അവിടെയാണ് നിയോഗങ്ങൾ വെളിപ്പെടുന്നത്. ഞാൻ പുതിയ നിയമത്തിൽ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടിട്ടുണ്ട്. പേര് മറിയെന്ന. 3 ഞാൻ അവളെ കണ്ടിട്ടുള്ളത്. 1-ാമത്തെ സ്ഥലത്ത് അവൾ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം കേട്ടുകൊണ്ടേയിരുന്നു. ഞാൻ മറിയോട് ചോദിച്ചു, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കുഴങ്ങുമ്പം, നിന്റെ സ്വന്തം സഹോദരി മാർത്ത ഉൾപ്പെടെ ഉള്ളവർ ശുശ്രൂഷകളിൽ ബന്ധപ്പെടുമ്പം നീ വേറൊന്നും ചെയ്യാതെ വചനം മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താ? അപ്പം മറി എന്നോട് പറഞ്ഞു, എൻ്റെ അനുഗ്രഹം വരുന്നത് വാട്സപ്പിൽ നിന്നല്ല, എൻ്റെ അനുഗ്രഹം വരുന്നത് ഫേസ്ബുക്കിൽ നിന്നല്ല, എൻ്റെ അനുഗ്രഹം വരുന്നത് മറ്റൊന്നിൽ നിന്നല്ല. എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവ ദൈവത്തിൻ്റെ സന്നിധിയാണെന്നുള്ള തിരിച്ചറിവ്.
ഈ പകലത് ആ തിരിച്ചറിവുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാനിവിടെ വന്നത് സമയം കളയാൻ വന്നതല്ല, ഞാനിവിടെ വന്നത് വെറുതെ വന്നതല്ല. ഞാൻ ഈ ഉപവാസത്തിൽ ദൈവം എന്നെ കൊണ്ടിരുത്തിയത് ചുമ്മാതിരുത്തിയതല്ല. ഇതാണ് എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവയെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓ, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള കൊതി. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ വരുന്നത് ഈ വചനത്തിനകത്തു നിന്നാണെന്ന് ഉറപ്പുള്ള ഞാൻ ചുമ്മാതെ വന്നതല്ല. എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവയിൽ നിന്ന് കോരി കുടിക്കാനായിട്ട് ഞാൻ ഇന്ന് പകൽ ഇവിടെ വന്നതെന്ന് ഉറപ്പിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പൗർഷ്യല്ലേ അനീഷ് പാസ് വരുന്നു. ഏതായാലും ചുമ്മാതെ വീട്ടിൽ പരിപാടിയൊന്നുമില്ല, എന്നാൽ പിന്നെ പോയി ഇരുന്നേക്കാവുന്ന ഇങ്ങോട്ട് വന്നതല്ല. എൻ്റെ അനുഗ്രഹം മുഴുവൻ ഉള്ളത്, എൻ്റെ ഡിപ്പോസിറ്റ് മുഴുവൻ വചനത്തിൻ്റെ മുമ്പിലാണെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇന്ന് പകലെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ഈ മറിയെ കണ്ട രണ്ടാമത്തെ ഒരു സ്ഥലമുണ്ട്. അത് സ്വന്തം സഹോദരൻ മരിച്ചതിൻ്റെ 4ാമത്തെ ദിവസമാണ്. പ്രത്യേകിച്ച് അവളൊന്നും മിണ്ടുന്നില്ല. ഒത്തിരി പേര് ആ ദുഃഖത്തിൽ പങ്കുചേരാനൊക്കെ വീട്ടിൽ വന്നു. അപ്പോഴൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളൊരു വാർത്ത കേട്ടു. യേശു ആ പട്ടണത്തിൽ വന്നിരിക്കുന്നു, നിന്നെ വിളിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവൾ എന്നെ എടുത്തു, ഓടിച്ചെല്ലുക പട്ടണ പതുക്കെ. എന്നിട്ട് ഒറ്റ കാര്യം യേശുവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഞാനപ്പോൾ മറിയോട് ചോദിച്ചു, മറിയേ, നിന്റെ സഹോദരൻ മരിച്ച പിന്നെ ആദ്യമായിട്ട് നിന്നെ സന്ദർശിക്കാൻ വരുന്ന ആളാണോ യേശു? അവൾ പറഞ്ഞല്ല, ഞങ്ങളുടെ ബന്ധക്കാർ മുഴുവൻ വന്നായിരുന്നു, ഞങ്ങളുടെ സഭക്കാർ മുഴുവൻ വന്നായിരുന്നു. ഇവിടെ കുറേ രാഷ്ട്രീയക്കാർ, പഞ്ചായത്ത് മെമ്പർ, പ്രസിഡന്റ്, MLA വരെ വന്നായിരുന്നു. മന്ത്രി വിളിക്കുകയും ചെയ്തു. നീ ഇവരോട് ആരോടേലും പറഞ്ഞായിരുന്നോ നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ? ഇല്ല. അവരെല്ലാം വർത്താനം പറഞ്ഞപ്പോൾ ഞാനിരുന്ന് വിതുമ്പിയതേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, നീ യേശുവിനെ കണ്ടപ്പോൾ ഒരു മുഖവരെയും കൂടാതെ യേശുവിനോട് പറഞ്ഞല്ലോ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നത്. നീ എന്താ ഈ വാ തുറന്ന് യേശുവിനോട് ഇങ്ങനെ പറയാൻ കാരണം? അന്നേരം അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററേ, എനിക്കൊരു കാര്യം മനസ്സിലായി. ഭാരം ഇറക്കി വെക്കേണ്ടത് പഞ്ചായത്ത് മെമ്പറുടെ മുമ്പിലല്ല, ഭാരം ഇറക്കി വെക്കേണ്ടത് MLAയുടെ മുമ്പിലല്ല, ഭാരം ഇറക്കി വെക്കേണ്ടത് യേശുവിൻ്റെ മുമ്പിലാണെന്ന്. എത്ര പേർക്ക് കാര്യം പിടി കിട്ടുന്നുണ്ട്? ഇവിടെ നിന്ന് വാ തുറന്ന് വർത്താനം പറഞ്ഞോണം. ആരോടാ വർത്താനം പറയേണ്ടത്? അനീഷ് പാസ്വേഡല്ല വർത്താനം പറയേണ്ടത്, അഭിമന്യു പാസ്വേഡും അല്ല പറയേണ്ടത്. നീ നിന്റെ വേദനകൾ പറയേണ്ട ഒരു സ്ഥലത്താ വന്നിരിക്കുന്നത്. എന്റെ വേദന ഇറക്കി വെച്ചാൽ ഒരു പരിഹാരം ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നതെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അനുഭവമുള്ള ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, ഓ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നിർബന്ധിക്കുക, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ആഹ്വാനം ചെയ്യുക. നിങ്ങളുടെ നൊമ്പരങ്ങൾ മുഴുവൻ എണ്ണി പറയണം. നിങ്ങളുടെ വേദനകൾ മുഴുവൻ എണ്ണി പറയണം. അവക്ക് അഡ്രസ് ചെയ്യാനുള്ള കാര്യം മരിച്ച സഹോദരന്റെ കാര്യമാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാ, ദൈവസന്നിധിയിൽ ഇരുന്നേച്ച് നീ എന്തേലും ഒരു കാര്യം ദൈവത്തെ അറിയിച്ചാൽ അത് കേട്ടേച്ച് മാറിപ്പോകുന്ന ദൈവമല്ല. നല്ലൊരാത്മനിയോഗം എനിക്കുണ്ട്, വലിയൊരു ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ട്. പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയാൻ പറയുന്നു. കഴിഞ്ഞ 16 ദിവസങ്ങളായി നീ ഏറ്റെടുത്ത് നീ പറഞ്ഞ കുറെ നൊമ്പരങ്ങളില്ലേ, അതിനകത്ത് ഇന്ന് പകൽ ഒരു ചലനം നടക്കുന്ന പകലാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഓ റബരഹതരാദരാദ, ഭയങ്കര ദൈവാത്മാവിന്റെ നിയോഗം ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ മേൽ പകരുന്നുണ്ട്. അത് അനുഭവിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത്. ചിലത് ചലിക്കും, ചിലത് ചലിക്കും.
ചിലത് ചലിക്കുന്ന പകലായത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ചലനമില്ലാതിരിക്കുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ ചലനമില്ലാതിരിക്കുന്ന, കഴിഞ്ഞ നാളുകളിൽ ചലനമില്ലാതിരിക്കുന്ന ചിലത് ഇത് പകലത് ചലിക്കും. പ്രത്യേകിച്ചും ചില നൊമ്പരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചിരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവി പറയുക, നിന്റെ കൂടപ്പറപ്പിന്റെ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ചലനം സംഭവിക്കുന്ന പകല്. ഓ yes, 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 yes. ശക്തമായി ദൈവാത്മാവിന്റെ പകൽ പറയുക, നിന്റെ കൂടെ പകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ അകത്ത് എന്തു ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിൽക്കുന്ന സഹോദര, നിന്നോട് ദൈവാത്മാവ് പറയുക, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്റെ കൂടെ പറപ്പിന്റെ വിഷയത്തിന് മേൽ ഒരു ചലനം നടക്കാൻ പോവുക. Oh, in the name of Jesus. Hallelujah. Hallelujah. എത്ര പേർക്ക് ഈ പകൽ ഉറപ്പുണ്ട്? എൻ്റെ സഹോദരങ്ങളുടെ വിഷയത്തെ ദൈവം തൊടുന്ന പകലായത്. ഞാൻ വെറുതെ അല്ല ദൈവസന്നിധി വന്നിരുന്നത്. ഇവിടെ വന്നിരുന്നേച്ച് വാതുറന്ന് കോട്ടോ വിട്ടു പോകുന്നതിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ ഇരുന്ന് നൊമ്പരം, ഇടനെഞ്ച് കീറി നൊമ്പരം ദൈവത്തോട് അറിയിക്കുന്നവൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിന്റെ ഭാരം എൻ്റെ മേ വെക്ക്. ഇന്ന് പകൽ നീതിമാൻ കുലുങ്ങത്തില്ല. ഇല്ല സഹോദരങ്ങളെ, നിങ്ങളുടെ വിഷയത്തിനകത്ത് ഒരു ചലനം നടക്കാൻ പോവുക. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവം ചെയ്യുന്ന ഒരു അത്ഭുതം ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുക. ഓ, ഇതൊരു സാധാരണ യോഗമല്ല. ഭയങ്കര ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ശക്തമേറിയ ആത്മപകർച്ച ചലിക്കും. ശക്തമേറിയ ദൈവപ്രവൃത്തി സംഭവിക്കും. ചിലതിനെ ഒതുക്കി കെട്ടിവച്ചിരിക്കുന്ന ചില കെട്ടുകൾ ആത്മശക്തി ചലിക്കുക. ദുർഭൂത കെട്ടുകൾ, ദുർമന്ത്രവാദ കെട്ടുകൾ, അന്യാരാധന കെട്ടുകൾ, ആവിചാര കെട്ടുകൾ കെട്ടി ഒതുക്കി വെച്ച ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങാൻ പോവുക. ഒന്നിലധികം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഇപ്പൊ തൊടുന്നത് എനിക്കറിയാം. പന്തെടുത്തെറിയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചിലതിന്റെ കെട്ടുപൊട്ടിച്ച് എറിയുന്നത് എനിക്കറിയാം. യെസ്, പ്രവീരം, ദൈവകൃപ പ്രവീരം. വചനം എൻ്റെ അനുഗ്രഹത്തിന്റെ ഉറവയാണെന്നുള്ള തിരിച്ചറിവ്, സങ്കടം ഇറക്കി വെക്കേണ്ട സ്ഥലം ദൈവസന്നിധിയാണെന്നുള്ള തിരിച്ചറിവ്. ഇന്ന് പകൽ ഞാൻ ദൈവസന്നിധി വെച്ചിരിക്കുന്ന സങ്കടങ്ങളുടെ മേലല്ല എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് ഉറപ്പുള്ള
ഞാൻ മൂന്നാമത് ഈ മറിയെ കാണുന്നത് കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ വെച്ചാ. അപ്പം കണ്ട് കയ്യിലുണ്ടായിരുന്ന സ്പ്രേ കുപ്പി പൊട്ടിച്ചേച്ച് ഉള്ള പരിമള തൈലം മുഴുവൻ യേശുവിൻ്റെ പാദത്തിലോട്ട് ഒഴിച്ചേച്ച് തലമുടി കൊണ്ട് അവളെ പാദം ഇങ്ങനെ തിവർത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, കൊരിന്ത്യ ലേഖനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിച്ചേ, ഒരു സ്ത്രീയുടെ മഹത്വമല്ലേ മുടി, നീ എന്തിനാ ഈ മഹത്വം അവൻ്റെ സന്നിധിയിൽ ഉരിഞ്ഞു വെക്കുന്നത്? അപ്പോൾ അവള് പറയാ, മഹത്വം ഉരിഞ്ഞു വെക്കേണ്ടത് മഹത്വം ഉരിഞ്ഞു വെച്ച് ആരാധിക്കേണ്ടത് യേശുവിൻ്റെ സന്നിധിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് പകൽ നിന്റെ ആരോഗ്യം മുഴുവൻ കൊടുത്തു വേണം ആരാധിക്കാൻ കേട്ടോ. നിന്റെ തൊണ്ട അടയ്ക്കുന്നതല്ല വിഷയം, നിന്റെ ആ അടിവയറുണ്ടല്ലോ, അടിവയറിൽ നിന്ന് പകൽ ശബ്ദം കയറി വരണം. ശബാരാധരാധര അച്ഛാ, തൊണ്ടയ്ക്കൊന്ന് ചോര വരണമെന്നാ ഞാൻ പറഞ്ഞേ. തൊണ്ട അടച്ചെന്നൊന്നും പറഞ്ഞ് വാ പൂട്ടിയിരിക്കരുത്. ഈ പകൽ തൊണ്ടയൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ അടിവയറിനകത്തൊന്ന് ശബ്ദം കയറി വരണം. 24 മൂപ്പന്മാരും 4 ജീവികളും ഒരുപോലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ തങ്ങളുടെ കിരീടങ്ങളെ താഴ്ത്തി വെച്ചിട്ട് ഉറക്കെ പറയുന്ന ഒറ്റ കാര്യവാ, കുഞ്ഞാട് അങ്ങ് അറുക്കപ്പെട്ടു, അങ്ങ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തു, അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചു. ഞാൻ സത്യമായിട്ടും പറയാം, വേറെ ഒരിടത്താണെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു. ഈ പകലും രാത്രി ഞാൻ എങ്ങും ഇപ്പോൾ ഡേറ്റ് കൊടുക്കാറില്ല. കാരണം അതുപോലെ തിരക്ക് പിടിച്ച ദിവസങ്ങൾ. ഞാൻ ഈ ഒരു 3-4 ആഴ്ചയായിട്ട് 5 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയ ദിവസങ്ങളില്ല. 5 മണിക്കൂറിൽ കൂടുതൽ. പിന്നെയും പാസ്റ്റർ എടുക്കാൻ ഞാൻ വന്നതിൻ്റെ കാര്യം ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഞാൻ വീട്ടിൽ ചെല്ലുന്നത്. മിനിഞ്ഞാന്ന് രാത്രി 1:30 ചെന്നു, 4:30 വെളുപ്പിന് എഴുന്നേറ്റു. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ യാത്ര ചെയ്യുന്ന ദിവസങ്ങൾ, ഇതുപോലെ ശുശ്രൂഷിക്കുന്ന ദിവസങ്ങൾ. പക്ഷേ എന്നാലും ഞാനൊരു കാര്യം പറയാം, എനിക്കൊരു കാര്യം അറിയാം, നമ്മുടെ ബലം മുഴുവൻ ഉരിഞ്ഞു വെക്കേണ്ടത്, നമ്മുടെ ആരോഗ്യം മുഴുവൻ ഉരിഞ്ഞു വെക്കേണ്ടത്, കൊണ്ടുവന്ന ആരോഗ്യം കൊണ്ട് പോകരുത് കേട്ടോ. ഈ പകൽ നിന്റെ ബലം മുഴുവൻ ദൈവത്തിൽ ഉരിഞ്ഞു വെച്ചേ നീ പോകാവൂ. നിന്റെ ശബ്ദം മുഴുവൻ ദൈവത്തിന് കൊടുത്തേ നീ പോകാവൂ. നിനക്ക് ദൈവം തന്നിരിക്കുന്ന സകല നിയോഗങ്ങളും അവന്റെ പാദത്തിൽ അർപ്പിച്ചേ നീ പോകാവൂ. പിന്നെ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ ഇരുന്ന് മഹത്വം എല്ലാം കൂടെ ഉരിഞ്ഞു വെച്ച് ആരാധിക്കുന്നത് കണ്ടപ്പോൾ കുറേ പേര് നീരസപ്പെട്ടു. നീരസപ്പെട്ടവരല്ല, ഒറ്റ വാക്കാ പറഞ്ഞത്, ഈ വെറും പാഴ്ചെലവ് എന്തിന് അല്ലേ? അങ്ങനല്ലേ ചോദിച്ചേ? ഈ വെറും മലയാളത്തിൽ പാഴ്ചെലവെന്ന, ഇംഗ്ലീഷിൽ പറഞ്ഞ വേസ്റ്റ് എന്ന. അപ്പം രണ്ടും തമ്മിലൊരു മത്സരം നടക്കുക, വർഷിപ്പ് വേഴ്സസ് വേസ്റ്റ്. സ്തോത്രം. നീ പറയുന്നു ഇത് വർഷിപ്പാന്ന്, വേറെ ചിലർ പറയുന്നു വേസ്റ്റ്. നീ വച്ച വെക്കുന്നതൊക്കെ, നീ ഉപവസിക്കുന്നതൊക്കെ, നീ കണ്ണുനീരൊഴുക്കുന്നതൊക്കെ, നിന്റെ ശബ്ദം ഉയരുന്നതൊക്കെ വേസ്റ്റാന്ന ലോകം പറയുന്നത്. പക്ഷെ ഇന്ന് പകൽ 99 പേരും വേസ്റ്റാന്ന് പറഞ്ഞാലും നീ പറ ഇത് വേസ്റ്റ് അല്ല, ഇത് വർഷിപ്പാ. എത്ര പേർക്ക് ഇന്ന് പകൽ ഉറക്കെ പറയാം, ഇതാണ് എൻ്റെ ആരാധന? പിന്നൊരു കാര്യം, നീ നിന്റെ മഹത്വം ഉരിഞ്ഞു വെച്ച് ആരാധിക്കുന്നത് കണ്ടാൽ 99 പേരും എതിരഭിപ്രായം പറഞ്ഞെന്നും കണ്ട്
എൻ്റെ യേശു മാറിപ്പോകത്തില്ല കേട്ടോ. മർക്കോസ് 14:6-7 വാക്യത്തിൽ യേശുവളെ കുറിച്ച് പറയുന്ന വാക്കുണ്ട്. എന്താ പറയുന്നത്? ഒന്ന്, അവൾ ആ വാക്യങ്ങളൊന്ന് വായിച്ചേ. എങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തു, അല്ലേ? അവളെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തു. രണ്ടാമത് പറയുക, അവൾ തന്നാൽ ആവത് ചെയ്തു. മൂന്നാമത് പറയുക, അവൾ മുൻകൂട്ടി ചെയ്തു. ഒന്ന് വായിച്ചേ ആ വാക്യം. അവളെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തു. ആ ആ ആ ആ ആ ആ ഉണ്ടോ? കർത്താവ് പറയാ, അവളെ വീട്, അവളെ അസഹ്യപ്പെടുത്താതെ. അവളെങ്കിൽ എന്താ ചെയ്തത്? ലോകം മുഴുവൻ നിന്റെ ആരാധന വേസ്റ്റാന്ന് പറയുമ്പം, ലോകം മുഴുവൻ നിന്റെ ഉപവാസം വേസ്റ്റാന്ന് പറയുമ്പം, സ്വർഗം പറയുക, നിന്റെ ഉപവാസം വേസ്റ്റല്ല, നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് നല്ല പ്രവർത്തിയാ. യെസ്, ഇന്ന് പകൽ എൻ്റെ ഉപവാസത്തെ അംഗീകരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് ഉറക്കെ പറയാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവളെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തു. എന്നിട്ട് കർത്താവ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അവൾ തന്നാൽ. ഒന്ന് ചേർന്ന് പറ പ്രിയപ്പെട്ടവരെ, കുറച്ച് ചെയ്തെന്നല്ല, അവളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം, അവക്ക് ചെയ്യാവുന്നതിൻ്റെ ബെസ്റ്റ്, അല്ലേ? ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്നത് അങ്ങനെ വേണം. ഉയർത്താവുന്നതിൻ്റെ മാക്സിമം ശബ്ദം ഉയർത്തണം. കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം ദൈവത്തിന് കൊടുക്കണം. പാതി വെച്ചു പോകരുത്, എന്തേലും കൊടുത്തേച്ച് പോകരുത്. ആർക്കും വേണ്ടാത്തത് ദൈവത്തിന് കൊടുത്തേച്ച് പോകരുത്. ഇന്ന് പകൽ നിനക്ക് കൊടുക്കാവുന്നതിന്റെ ഏറ്റവും മാക്സിമം കൊടുത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ശബ്ദം ഉയരട്ടത്. ആരോഗ്യം കൊടുത്ത് ദൈവത്തെ ആരാധിക്കും. അവളെങ്കിൽ നല്ല പ്രവർത്തിച്ചു, അവൾ തന്നാൽ ആവത് ചെയ്തു. ഇനി മൂന്നാമത്തെ കാര്യം കർത്താവ് പറയാ, അവൾ മുൻകൂട്ടി ചെയ്തു. ഇത് ചുമ്മാതെ സമയം കളയുന്ന പരിപാടിയൊന്നും അല്ല. എഫേദ ചർച്ചിനെ ദൈവം മുൻകൂട്ടി ഇരുത്തിയിരിക്കുക. നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ചില സാമാന്യ പദ്ധതിക്കെതിരെ ഇന്ന് ദൈവം നിന്നെ മുൻകൂട്ടി ഇരുത്തിയിരിക്കുക. ഞാനിവിടെ കേറി വന്നപ്പോഴേ പരിശുദ്ധാത്മാവനോട് ഇടപെട്ട ശബ്ദം, ഫാസ്റ്റിംഗ് ഫോർ ഫ്രീഡം. ഒറ്റ അത് പറയാനാ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ദൈവദാസ ഉറക്കെ പറ, ദൈവമക്കളെ ഉറക്കെ പറ. This is the fasting. This fasting is fasting for freedom. ഞാനിവിടെ 6 ഉപവാസത്തെ കുറിച്ച് ബൈബിളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ഉപവാസം ഇതാണ്, ഫാസ്റ്റിംഗ് ഫോർ ഫ്രീഡം. അന്യോന്യ ബന്ധനങ്ങൾ അഴിയും, മുഖത്തിന്റെ അമിക്കേറുകൾ അഴിയും, കെട്ടുകൾ പൊട്ടും. പീഡിതരും എല്ലാ മുഖങ്ങളും 84 കൊല്ലമായിട്ട് ഉപവാസത്തിലാണെങ്കിലും പ്രാർത്ഥനയിലാണെങ്കിലും ആലയത്തിലാണെങ്കിലും അവിടെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. പക്ഷെ ഇന്ന് യേശു ഇവിടെ വന്നപ്പോൾ അവിടെ ലൈഫ് മാറത്തക്ക നിലയിൽ ഒരു നിയോഗമുണ്ടായി. ഈ പകൽ നിന്റെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞിരിക്കുന്ന ആ കെട്ട് യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ.
തീ കത്തട്ടെ. ഇന്ന് പകൽ ചൊല്ലിക്കെട്ടിയ ചില വ്യാപാരങ്ങളെ, ചൊല്ലിക്കെട്ടിയ ചില ദേശശക്തികളെ ദൈവസഭ ചൊല്ലി അഴിക്കുന്ന പകല. ഓ പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആകത്തില്ല. ഉപവാസം ഒരിക്കലും വ്യർത്ഥമാകത്തില്ല. ദൈവസന്നിധി ഇരിക്കുന്ന ഒരിക്കലും വ്യർത്ഥമാകത്തില്ല. 84 വർഷത്തെ പ്രാർത്ഥന ഒരു നിയോഗത്തെ പരിചയപ്പെടുത്തുവാൻ. ഓ, ഇന്ന് അവൾ ഒത്തിരി പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ട്, അവൾ ഒത്തിരി പുരോഹിതന്മാരെ കണ്ടിട്ടുണ്ട്. 84 വർഷത്തിനകത്ത് ആലയത്തിൽ അവൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ കണ്ട ഒരുവനെ അല്ല ഇന്ന് നീ കാണുന്നത്. നിന്റെ ചരിത്രം മാറ്റാൻ കരുത്തുള്ള നിന്റെ ജനതയുടെ ചരിത്രം. ഓ, ഹല്ലേലൂയ ജീസസ്. 5 or 6 തര ഉപവാസങ്ങൾ വേഗം ഞാൻ പറയാം. പുറപ്പാട് 34:28 മോശയുടെ ഉപവാസം വായിക്കേണ്ട. സീക്കിംഗ് ഫോർ ഗോഡ്സ് ഡയറക്ഷൻ, ദൈവത്തിൻ്റെ നിയോഗം പ്രാപിക്കാനുള്ള ഉപവാസം. രണ്ടാമത്തേത് എസ്ര 8:21 ഫാസ്റ്റിംഗ് ഫോർ ഹ്യൂമാനിറ്റി, താഴ്ത്താൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഉപവാസം. മൂന്നാമത്തേത് യോവേൽ 2:12 റിട്ടേൺ ടു ഗോഡ് വിത്ത് റിപ്പൻറ്റൻസ്, മാനസാന്തരത്തോടുകൂടെ ദൈവത്തെങ്കിലേക്ക് തിരിയാനുള്ള ഉപവാസം. മത്തായി 4:2 ഗ്രോ ഇൻ സ്പിരിച്വൽ സ്ട്രെങ്ത്, ആത്മശക്തി ഏറ്റെടുക്കാനുള്ള ഉപവാസം. അപ്പോസ്തല പ്രവൃത്തി 13:3 ഓ സീക്കിംഗ് ദ ഹോളി സ്പിരിറ്റ് ഗൈഡൻസ്, ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കാൻ വേണ്ടിയുള്ള ഉപവാസം. എന്നാൽ ഞാൻ ഇന്ന് പകൽ പറയുന്നത് യെശയ്യാ 58:6 ദ ഫാസ്റ്റിംഗ് ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൻ്റെ ഉപവാസം. 84 വർഷം ഒതുങ്ങപ്പെട്ടിരുന്ന ഒരാൾ ഇന്ന് ഒരു പ്രസൻറ്ററായി മാറുകയാണ്. രക്ഷകനെ പരിചയപ്പെടുത്താൻ ഒതുങ്ങിയെന്നൊക്കെ ഉള്ളത് ശരിയാ, സ്വാതന്ത്ര്യം ഇല്ലായിരുന്നെന്നുള്ളത് ശരിയാ. പക്ഷെ ഇന്ന് നിൻ്റെ മേൽ ഒരു ദൈവാത്മാവിൻ്റെ നിയോഗം വെളിപ്പെടാൻ പോവാ. ചേർത്തൊരു വാക്യം ഞാൻ വായിപ്പിക്കാം, വായിച്ചോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 30 വാക്യം വായിച്ചു. മതി. ഇത് നിങ്ങൾക്ക് ഒരടയാളമാകും. ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും, രണ്ടാമത്തെ ആണ്ടിൽ താനെ കിളിർത്ത് വിളയുന്നതും തിന്നും. മൂന്നാമത്തെ ആണ്ടിൽ നിങ്ങൾ വിതച്ചത് കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി
അവയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഈ ഭാഗം യെശയ്യാവ് 36-37 അധ്യായം മനസ്സിരുത്തി പഠിക്കേണ്ട അധ്യായങ്ങളാണ്. ഹിസ്കിയാവ് എന്ന് പറയുന്ന ഭക്തനായ യഹൂദ രാജാവ്, അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ 14ാമത്തെ ആണ്ട്. ഈ സമയത്താണ് അശൂർ രാജാവായിരിക്കുന്ന സൻഹരീബ് തൻ്റെ സർവ്വ സൈന്യവുമായി പുറപ്പെട്ടു വന്ന് യെരുശലേമിനെ നിരോധിക്കുക. ഉപരോധം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ആ നിരോധനത്തിൽ രാജാവിൻ്റെ അകമ്പടി നായകനായ രാബ്ഷേക്കെ സർവ്വസൈന്യാധിപനാണ്. അയാൾ വന്നേച്ചു പറഞ്ഞു, എന്തോ പറഞ്ഞു, അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ പ്രജകളെ വിടുവിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഹിസ്കിയാവ് നിങ്ങളെ എന്ത് ചെയ്യരുത്? ചതിക്കരുത്. നിങ്ങളെ ഹിസ്കിയാവിന് അശൂർ രാജാവായ സൻഹരീബിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പറ്റത്തില്ല. ഏത് ദൈവത്തിൽ ആശ്രയിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? രക്ഷപ്പെടത്തില്ല. അങ്ങനെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പറ്റിയ ഒരു ദൈവവും ഇല്ല. ഇതെല്ലാം കേട്ട് ജനം കലങ്ങിയിരിക്കുമ്പോൾ പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവം തൻ്റെ ദാസനോട് കൊടുക്കുന്ന അരുളപ്പാട്, ഞാൻ നിനക്കൊരടയാളം തരും. എന്താ അടയാളം തരുന്നത്? അടയാളം തരുന്നത് എവിടാന്ന് ചോദിച്ചാൽ, നിന്റെ നിലത്ത് അടയാളം വെളിപ്പെടാൻ പോകുന്നു. സഭയ്ക്ക് ചില അടയാളങ്ങൾ ദൈവം തരുന്നത് ഫീൽഡിൽ വെളിപ്പെടുന്ന വർഷമായതെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിലത്ത് അടയാളം വെളിപ്പെടും. ദൈവദാസ, ദൈവാത്മാവ് എന്നോടത് പറയുന്നു. മലമണ്ടയാ, ഒതുങ്ങിയ സ്ഥലവാ, ഒത്തിരി ഉള്ളറയാന്നൊക്കെ ആൾക്കാർ പറഞ്ഞാലും ഈ ഫീൽഡിൽ ചില അടയാളങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോവാ. ദൈവം നിന്നെ ഇവിടെ അയച്ചതാണെന്നുള്ളതിൻ്റെ അടയാളം ഈ സ്ഥലത്ത് വെളിപ്പെടുമെന്നാണ് ഞാൻ ആത്മാവി പറഞ്ഞു. എന്താ അടയാളം വെളിപ്പെടുന്നത്? ഈ ആണ്ടിൽ നിങ്ങൾ പടുവിത്ത് വിളയുന്നത് കൊയ്യും. പിറ്റയാണ്ടിൽ, അത് മലയാളത്തിൽ ഇച്ചിരി ട്രാൻസ്ലേഷൻ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് വായിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ എഴുതിയിരിക്കുക ഇങ്ങനെയാണ്, ആൻഡ് ദിസ് ഷാൽ ബി ദ സൈൻ ഫോർ യു. ഇത് നിങ്ങൾക്കൊരു അടയാളമായിരിക്കും. എന്താ? ദിസ് ഇയർ യു ഷാൽ ഈറ്റ് വാട്ട് ഗ്രോസ് ഇറ്റ് സെൽഫ്. ഈ വർഷം എന്താണോ താനെ കിളിർത്തത് അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് നിങ്ങൾ ഫലം അനുഭവിക്കും. ആൻഡ് ഇൻ ദ സെക്കൻഡ് ഇയർ വാട്ട് സ്പ്രിങ്സ് ഫ്രം ദാറ്റ്. അർത്ഥം എന്താ? അത് തന്നെ, ഒന്നാമത്തെ വർഷം താനെ വിളഞ്ഞത് നിങ്ങൾ തിന്നും. രണ്ടാമത്തെ വർഷം അതിൽ നിന്ന് വിളഞ്ഞത് നിങ്ങൾ തിന്നും. മൂന്നാമത്തെ വർഷം നിങ്ങൾ കൊയ്യുന്നത് തിന്നും. അപ്പം 3 കാര്യമാണ് ദൈവരോട് പറഞ്ഞത്. ഒന്ന്, ഈ വർഷം താനേ ചിലത് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? നീ ട്രാക്ട് കൊടുത്തില്ലേലും, നീ പരസ്യയോഗം നടത്തിയില്ലേലും, പറ നീ പോയില്ലേലും, താനേ ചിലത് വിളയും. രണ്ടാമത്തെ വർഷം അതിൽ നിന്നും ചിലത് വിളയും. ഷാബാര, ഈ 2 ഷിഫ്റ്റ് ലൈഫിൽ നടക്കും കേട്ടോ. ഉദാരാഭാര, ആദ്യത്തെ വർഷം താനേ ചിലത് വിളയും. രണ്ടാമത്തെ വർഷം ഉറക്കെ പറ. ദയാസം ഞങ്ങളുടെ പത്തനംതിട്ടയിലെ കൂട്ടായ്മ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. ഞങ്ങളാരും ഒരു ട്രാക്ടറും കൊടുക്കാൻ ഇതുവരെ പോയിട്ടില്ല, പോണ്ടി വന്നിട്ടില്ല. ആളിങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുക, അതിനകത്തുനിന്നും ചിലത് വിളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, ഇനി വിതയ്ക്കേണ്ട ഒരു സമയമുണ്ട്. അതിന് മുമ്പുള്ള ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്തോട്ടാണ് ദൈവം നിന്നെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഉറക്കപ്പറ. എന്താ ഈ പടുവിത്തെന്ന് പറഞ്ഞാൽ അറിയാവോ? അശൂർ രാജാവിൻ്റെ സൈന്യം വരുന്നത് കണ്ടോണ്ട് ഉള്ളതെല്ലാം കൂടെ കൊയ്തെടുത്ത് ഓടിക്ക് പോകുന്ന വഴിക്ക് കയ്യിൽ നിന്ന് താഴെ പോയതാന്നാ ഒരു കൂട്ടിന് പറയുന്നത്.
പക്ഷെ അതല്ല പടുവിത്ത്. പടുവിത്തെന്ന് പറയുന്നത് ഈ തോട്ടത്തിലുണ്ടായ നെൽച്ചെടിയിൽ ആദ്യം വിളഞ്ഞ വിത്ത. ആദ്യം വിളഞ്ഞ വിത്ത്, ആദ്യ ഫലം എന്ന് പറയാം. ഈ ആദ്യ ഫലം വിളഞ്ഞു കഴിഞ്ഞേച്ച് ബാക്കി കുറേ വിളഞ്ഞു വന്നു. ആദ്യം കിളുത്തത് എന്ത് ചെയ്യും? ആദ്യം വിളയും അല്ലേ? ആദ്യം കിളുത്തതായതുകൊണ്ട് ഇതിന് മറ്റു വിത്തുകളെക്കാൾ ഇച്ചിരി കൂടെ വലിപ്പമുണ്ട്. ഇതിന് മറ്റു അല്ലെങ്കിലും ഈ ആദ്യം ഇറങ്ങുന്നവർക്കൊക്കെ ഒരു ആർജവത്വം ഇച്ചിരി പറ അല്ലേ? ആന്നു സാറൊക്കെ അത് പറയും. ആദ്യം ഇറങ്ങുന്നവർക്കൊക്കെ ഇച്ചിരി കൂടെ കുറെ കിളുത്തു. എല്ലാം വിളഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രേ ക്രമാതീതമായിട്ട് ഈ ചെടിയെല്ലങ്ങോട്ട് എല്ലാം കൂടെ കിളുത്ത് വരുമ്പോഴത്തേന് നെല്ല് ചെടിക്ക് ഭാരം താങ്ങാൻ വയ്യാതെ എന്ത് ചെയ്യും? വളയും. വളയുമ്പോൾ ആദ്യം കിളുത്തത് എവിടെ ചെല്ലും? മണ്ണിനോടടുത്ത് ചെല്ലും. ഈ സമയത്താണ് കാട്ടുമൃഗങ്ങൾ, ഇഴജാതികളും എല്ലാം കൂടെ ഈ നെൽച്ചെടിയുടെ ഇടയിൽ കൂടെ ഓടിപ്പോകുന്ന വഴിക്ക് ഓരോ ദിവസവും തട്ടും മുട്ടും കൊണ്ട് ഈ നെല്ല് ചെടി എവിടെ വീണുപോയി? ഉറക്കപ്പറ. ഈ വിത്ത് എവിടെ വീണുപോയി? നിലത്ത്. അങ്ങനെ വീണുപോയ വിത്തിനെയാണ് എന്തു പറയുന്നത്? പടുവിത്തെന്ന് പറയുന്നത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇത് യജമാനൻ കണ്ടിരുന്നെങ്കിൽ മറ്റേത് വിത്തിനെ കൊയ്തെടുക്കുന്നതിന് മുമ്പ് കളപ്പുരലതക ഇതിനെ കൊണ്ടുപോയേനെ. കാരണം ഇതിനിച്ചിരി ആർജവത്വമുള്ളതാ, ഇതിനകത്ത് ഇച്ചിരി വാക്തത്വം കൂടുതലുള്ളതാ, ഇതിനകത്ത് ഇച്ചിരി ഇൻഗ്രീഡിയൻസ് കൂടുതലുള്ളതാ. പക്ഷേ ആരുടെയൊക്കെയോ തട്ടും മുട്ടും കൊണ്ട് ഉറക്കപ്പറ ഇത് താഴെ പോയി. ഇതിനെ കാണേണ്ടവർ കണ്ടില്ല, ഇതിനെ എടുക്കേണ്ടവർ എടുത്തില്ല. ഇത് തീരുമാനിക്കുക, എന്റെ കാലം കഴിഞ്ഞെന്ന്. ഇന്ന് പകൽക്കാലം ചെടത്തൂന്ന് അടന്നുപോയെന്നും കണ്ട് നിന്റെ കാലം കഴിഞ്ഞെന്നൊന്നും വിചാരിക്കരുത്. ഇന്നും പലരെയും ചേർത്ത് പിടിക്കുമ്പോൾ ചിലര് നിന്നെ ചേർത്ത് പിടിക്കാഞ്ഞതിന്റെ കാരണം, ചിലയിടത്തുനിന്ന് നീ പൊഴിഞ്ഞു പോയതിന്റെ കാരണം അതിനകത്ത് നിൽക്കേണ്ടവനല്ല നീ. നിന്റെ അകത്ത് ഇച്ചിരൂടെ വലുതൊന്ന് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നീ തിരിച്ചറിയ. ഈ വിത്ത് വീണുപോയി. അതിനുശേഷം മറ്റതിനെല്ലാം കൊയ്തെടുത്തോണ്ട് പോയി. പിന്നെ ഈ നിലത്ത് കളകൾ കയറി. ഈ കളകളെല്ലാം കൂടെ വിത്തിനെ എന്ത് ചെയ്ത് കളഞ്ഞു? ഞെരുക്കി കളഞ്ഞു. അതിൻ്റെ മുകളിൽ വന്ന് നിന്ന് മൃഗജാലങ്ങൾ ഇങ്ങനെ അത് മേയാൻ തുടങ്ങി. ഈ സമയത്തെല്ലാം ഈ വിത്ത് ചവിട്ടുകൊള്ളുക. കുറച്ചു നാളിത് കിടന്ന് ചവിട്ടുകൊണ്ടു. ഇത് ഉണങ്ങിപ്പോയി. ഇത് അപ്രസക്തമായി പോയി. ഇതാരും കാണാതെ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴേ യജമാനൻ വന്ന് വീണ്ടും ഈ സ്ഥലം തൂത്തുകൂട്ടി ക്ലീൻ ചെയ്യുക. അപ്പോഴും ഈ വിത്ത്, ദൈവത്തിന് സ്തോത്രം, മണ്ണിൽ നിപതിച്ചത് കൊണ്ട് ആരും കണ്ടില്ല. അടുത്തത് എന്താ സംഭവിച്ചത്? യജമാനൻ ഈ സ്ഥലത്തേക്ക് വെള്ളം പമ്പ് ചെയ്തു. എന്നിട്ട് ട്രാക്ടർ കൊണ്ട് ഇത് ഉഴുതുമറിച്ചപ്പോൾ ചവിട്ടേറ്റ് വിത്ത് താണുപോയി. മറ്റ് പലതിനെ കയ്യിലിട്ട് വിതയ്ക്കുമ്പോൾ ഇത് മാത്രം കാലിൻ്റെ അടി ചവിട്ടപ്പെടുക. ഇന്ന് പകൽ this is your survival stage. അഭിഷേകമുള്ളവനോട് ഞാൻ പറയാം, നിയോഗമുള്ളവനോട് ഞാൻ പറയാം, വെളിപ്പാടുള്ളവനോട് ഞാൻ പറയാം, കൃപയുള്ളവനോട് ഞാൻ പറയാം, നിന്റെ ഒന്നാമത്തെ ലെവലാണ് പറ സർവൈവൽ സ്റ്റേജ്. 66 സങ്കീർത്തനമൊക്കെ പറയുന്നില്ലേ? തീയിലും വെള്ളത്തിലും പോകും, വലയിൽ അകപ്പെടും, മുതുകത്തു നുകം വെക്കും, മനുഷ്യര് നിന്റെ തോളെ കയറി ചവിട്ടി ഓടും. പക്ഷേ അവിടെ ഒക്കെ നീ പറ, ഇതെന്റെ സർവൈവൽ സ്റ്റേജാ, ഇവിടെ ഞാൻ ഉണങ്ങിപ്പോ. യഹൂദന്റെ കണ്ടങ്ങളിൽ സാധാരണ വിത നടക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാ. കൊയ്ത്തു നടക്കുന്നത് ഹല്ലേലൂയ അത് മാർച്ച് ഏപ്രിൽ, അത് ആ ഒരു കാലഘട്ടങ്ങളിലാ. അതിനുശേഷം ഒക്ടോബർ വരെയുള്ള കാലഘട്ടങ്ങൾ ഈ വിത്തിങ്ങനെ ആരുടെയും കണ്ണിപ്പെടാതെ കിടന്ന് ഇത് ഉണങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, വിത നടന്ന ഒക്ടോബർ, കൊയ്ത്ത് നടന്ന മെയ് ജൂൺ മാസങ്ങൾ, അതിനുശേഷം
ശേഷം അടുത്ത ഒക്ടോബർ വരെ ഇതിങ്ങനെ കിടന്ന് ഒതുങ്ങപ്പെടുക, ഇത് ചവിട്ടൽക്കപ്പെടുക, ഇതിന്റെ സർവൈവൽ സ്റ്റേജിലൂടെ പോവുക. അങ്ങനെ ഇരിക്കുമ്പോഴാ വെള്ളത്തിന്റെ ഗന്ധം ഒരു ദിവസം അടിച്ചു. ഓ, ഉഴുതുമറിച്ച നിലത്ത് വെള്ളത്തിന്റെ ഗന്ധം അടിച്ചപ്പോ ഇതൊന്ന് പുറന്തോട് പൊട്ടാൻ തുടങ്ങി. അല്ലേലും പൊട്ടും. ഇത് പൊട്ടാതിരിക്കാൻ സാറൊക്കെ ഫോറസ്റ്റിൽ ഉണ്ടായിരുന്നോണ്ട് അറിയാം, ഇത് പൊട്ടാതിരിക്കാൻ റബ്ബറും വട്ട ആഴാന്തലും അല്ലല്ലോ, ഇത് കരിമരവും കരിവേലകവും അല്ലേ. ഇതിന്റെ അകത്ത് വാക്തത്വം ഇരിപ്പില്ലേ? എടാ, വാക്തത്വം ഇരിക്കുന്നവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നനവ് വന്ന ഹനുവേലിന്റെ മകളുടെ കാര്യം ഞാൻ ഇന്ന് പകല് പറഞ്ഞതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. 84 കൊല്ലം നിന്റെ ലൈഫിൽ ഒന്നും നടന്നില്ലെന്നും കണ്ട് ദൈവപ്രവൃത്തി അവസാനിച്ചൊന്നും വിചാരിക്കരുത്. നിന്റെ ഒരു ദിവസം വരാൻ പോവുക. ഓ, ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്തതുപോലെ. യെസ്, ആർക്കും ഒതുക്കി നിർത്താൻ പറ്റാത്തതുപോലെ, ആർക്കും അവഗണിക്കാൻ പറ്റാത്തതുപോലെ നിന്റെ മേലൊരു സ്പർശനമാ ഈ 16-ാമത്തെ പകല്. അങ്ങനൊരു ഒരു മഴ. ഓ, സപ്രസ് ചെയ്യപ്പെട്ടു പോയ, ഒതുങ്ങിപ്പോയ, ഒത്തിരി നാളായി ഒതുങ്ങിപ്പോയ ചിലതിനെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയുക, കുഞ്ഞേ, നിന്റെ സമയം വരാൻ പോവുക. നിന്റെ കാലം വരാൻ പോവുക. നിന്റെ ശുശ്രൂഷ വരാൻ പോവുക. എന്റെ കാലം വരുമെന്ന് ഉറപ്പുള്ള എത്ര വിശ്വസിക്കുന്നുണ്ടോ സഹോദരി? ഈ പകൽ നിന്നോട് പറയാൻ പരിശുദ്ധാത്മാവനോട് പറയുക, നീ ഒതുക്കപ്പെട്ട ചില മേഖലകളെ ഞാൻ ഈ പകൽ ആത്മാവിൽ പൊട്ടിക്കാൻ പോവാ. വെറുമൊരു കൈയടിക്കകത്ത് ഒതുങ്ങുന്ന യോഗമല്ലിത്. വെറുമൊരു പാട്ടിനകത്ത് ഒതുങ്ങുന്ന യോഗമല്ലിത്. വെറുമൊരു പ്രസംഗത്തിനകത്ത് ഒതുങ്ങുന്ന യോഗമല്ലിത്. ഇന്ന് പകൽ ഒരു പുറപ്പാട് നടക്കാൻ പോവുക. സൈന്യത്താലല്ല, ശക്തിയാലല്ല. ആത്മാവ് ചലിക്കട്ടെ, ആത്മാവ് ചലിക്കട്ടെ, ചലിക്കട്ടെ. അസാധാരണമായ ആത്മതലം ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. നിന്റെ കൈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കുറെ വർഷമായി. നിന്റെ കയ്യിൽ ചിലത് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായി. കുറെ നാളായിട്ട് അനക്കമില്ലാതിരിക്കുകയല്ലേ? അഹരോന്റെ കയ്യിലിരിക്കുന്നത് ഏത് വടിയാന്ന് പോലും അവൻ അറിയത്തില്ല. ഒരുണക്കവടി കയ്യിലിരിക്കുക. ഇന്ന് ചലിക്കുമ്പോളെ ഇന്ന് ചലിക്കും, ഇന്ന് ചലിക്കും. ജീവിതത്തെ ഇന്ന് ഞാൻ ചലിപ്പിക്കും.
ഇതിനകത്ത് ചില ചെറുപ്പക്കാരെ ഇന്ന് പകൽ ഭയങ്കരമായിട്ട് ദൈവാത്മാവ് തൊടുന്നത് എനിക്കറിയാം. നിന്റെ ഭാവിയെ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്ന, ജീവിതത്തിൽ ഒരു ഉയർച്ച അനുഭവിക്കുവാൻ കഴിയാതെ ഏതൊക്കെയോ മേഖലകളിൽ നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന ആ കെട്ട് പുഷ്ടി നിമിത്തം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തീ നിങ്ങളുടെ മേലേക്ക് കോരിയിടുന്നത് എനിക്കിന്ന് പകൽ ആത്മാവിൽ അറിയാം. പരിശുദ്ധാത്മാവ് ഒരു തീ നിങ്ങളുടെ മേൽ കോരിയിടുന്ന പകലായത് എഫേദ ചർച്ചിനോട് ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ പറയുക. ഓൺലൈനിലൊക്കെ കേൾക്കുന്നവരോട് ആത്മാവിൽ പറയുക, ഒരു തീ ഇപ്പം നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറയാൻ പറയുന്നൊരു വാക്കുകൊണ്ട്, സംഖ്യ 17:5 ഗോത്രമായിട്ട് വടിയായിട്ട് വരുമ്പോൾ ലേവി ഗോത്രത്തിൻ്റെ വടി അഹരോന്റെ പേരെഴുതി സാക്ഷ്യകൂടാരത്തിനകത്ത് കൊണ്ടുവരിക. അഹരോന്റെ കയ്യിലിരിക്കുന്നത് ഒരു ഉണക്കവടിയാ. ഏത് വടിയാന്ന് പോലും അവൻ അറിയത്തില്ല. പക്ഷേ അത് സാക്ഷ്യകൂടാരത്തിനകത്ത് തളിർത്തു കിളിർത്തു ബദാം ഫലം കായിച്ചു. ഒരു ബദാം ഫലം കായ്ക്കേണ്ടതിന് വർഷങ്ങളെടുക്കും, 5-6 വർഷം എടുക്കും. ഇന്ന് പകൽ ഞാൻ നിന്നോട് ആത്മാവിൽ പറയുക, 6 വർഷം കൊണ്ട് നടക്കാത്തത് ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതുപോലെ ഒത്തിരി വർഷമായി ജീവിതത്തിൽ നടക്കാത്ത ഒരു മാറ്റം ഇന്ന് പകൽ ദൈവം നിനക്ക് തരാൻ പോവോ. Yes. നിന്റെ സർവൈവൽ സ്റ്റേജ് എത്ര നാളുണ്ടായിരുന്നെന്നുള്ളതല്ല വിഷയം. ഇന്ന് പകൽ വെള്ളത്തിന്റെ ഗന്ധം നിന്നെ തട്ടുന്നെന്നുള്ളതാ വിഷയം. പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനകത്തായിരിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിന് ദൈവസാന്നിധ്യത്തിനകത്തിരിക്കുന്ന എത്ര ദൈവമക്കൾ. ശബാരാധ, ഞാൻ ആത്മാവിൽ പകൽക്കാലം പറയുന്നു, യെസ്, 84 വർഷത്തെ ഉപവാസം, 84 വർഷത്തെ ഉപവാസം, 84 വർഷത്തെ പ്രാർത്ഥന, 84 വർഷത്തെ ആരാധന. സർവൈവൽ സ്റ്റേജ്. ഇങ്ങനെ ലോങ് ടൈം സർവൈവൽ സ്റ്റേജിൽ പോയ ഒത്തിരി മനുഷ്യരുണ്ട്. അവിടെ കൊണ്ട് അവർ അവസാനിപ്പിച്ചില്ല. അവിടെ അവരുടെ പ്രത്യാശ തീർന്നില്ല. അവർ അവിടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നില്ല. നെക്സ്റ്റ് ലെവലിലേക്ക് ദൈവം അവരെ നടത്തുക. അതിന്റെ പേരാ റിന്യൂവൽ സ്റ്റേജ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ റിന്യൂ ചെയ്യാൻ പോവുക. പരിശുദ്ധാത്മാവ് നിന്നെ റിവൈവ് ചെയ്യാൻ പോവുക. റിന്യൂവൽ, റിവൈവൽ, റിന്യൂവൽ, റിവൈവൽ.
ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയേ ഇരിക്കും. ചത്തുവെങ്കിലോ ഉറക്കപ്പറ വലിയ വിളവുണ്ടാകും. ഓ വലിയ വിളവ്, വലിയ വിളവ്. സർവൈവൽ കഴിയുക, റിന്യൂവൽ ആരംഭിക്കുക, റിന്യൂവൽ ഷിഫ്റ്റിംഗ്. ഓ നിന്നെ റിന്യൂവൽ റിവൈവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇന്ന് പകൽ ഒരു റിവൈവലിലേക്ക് നീ കയറിപ്പോകാൻ പോവുക. എന്താ റിവൈവല്, എന്താ റിവൈവല്, എന്താ റിവൈവല്. And in the second year what springs from that, അതിൽ നിന്ന് ചിലത് കിളിർക്കും. ഓ ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ധൈര്യത്തോടെ പറ. And in the second year ഈ പടുവിത്തിന്റെ കിളിർപ്പെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു ചെറിയ സംഗതി ഒന്നുമല്ല കേട്ടോ. അതിൻ്റെ അത്ഭുതം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ലേവ്യ പുസ്തകമൊക്കെ പഠിക്കണം. 25:5-11 പറയുന്നുണ്ട് പടുവിത്ത് കൊയ്യരുതെന്ന് പറയുന്നുണ്ട്. അതാർക്കുള്ളതാ? വഴിപോക്കർക്കുള്ളതാ. അപ്പോൾ പടുവിത്തിനകത്ത് എന്തുണ്ടാകും? ഉറക്കെ പറ. ഒരു കൊയ്ത്ത്. കിളിർപ്പല്ല പറ. എന്താ ഒന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ. ഒരു വിത്തിൽ നിന്ന് ഒരു ചെടി കിളുക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് കൃഷി നിയമം മുഴുവൻ തിരുത്തപ്പെടും. കാരണം ആത്മാവ് തൊട്ട് കഴിഞ്ഞാൽ ഏത് നിയമമാണ് തിരുത്തപ്പെടാത്തത്? ആത്മാവ് തൊടുമ്പം ന്യൂട്ടന്റെ ചലന നിയമം തിരിയും. അനുഭവിച്ചിട്ടുണ്ടോ? ഗുരുത്വാകർഷണം തിരിയുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. എവിടാ? എല്ലാം താഴോട്ടേ വീഴത്തുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവ് തൊട്ട മേളിലോട്ട് പൊങ്ങും. ഫിലിപ്പോസിനെ ആത്മാവ് എന്ത് ചെയ്തു? ഉറക്കെ പറ. എങ്ങോട്ട് കൊണ്ടുപോയി? ദാഗോന്റെ ക്ഷേത്രമുള്ള സ്ഥലമാ അസ്തോദ്. ദേശശക്തി പെട്ടകത്തിന്റെ മുമ്പില് അസ്തോദിൽ വീണപ്പം തലയും കൈപ്പത്തിയും മുറിഞ്ഞു. കാലുണ്ടായിരുന്നോ? ഇല്ല. അത് മത്സ്യകന്യകയാ. അപ്പോൾ ഇന്ന് പകൽ ചില ദേശശക്തികൾ നിന്നെ ചിലയിടത്തോട്ട് വിടത്തില്ലെന്ന് പറയുന്ന, നിന്റെ മുമ്പിൽ ഒരു വഴി തുറക്കത്തില്ലെന്ന് പറയുന്ന ചില ദേശശക്തികളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാൻ പോവാ? വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഓ ശബാരാധന അപ്തര. നീ നടന്നു പോയാൽ അസ്തോദ്യം തടയും. എടാ പെട്ടകത്തെ തടയാൻ നോക്കിയവൻ നിന്റെ യാത്രയെ തടയാൻ നോക്കത്തില്ലേ? അതുകൊണ്ട് ആത്മാവ് നിന്നെ എന്ത് ചെയ്യാൻ പോവാ? കയ്യടിക്കകത്തും പാട്ടിനകത്തും അന്യഭാഷയ്ക്കകത്തും ഒതുങ്ങുന്ന ഒരു പെന്തക്കോസ്ത് ശക്തിയെക്കുറിച്ചൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ള ഒന്നല്ല ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. എൻ്റെ 11ാമത്തെ വയസ്സിൽ ദൈവാത്മാവിനെ തൊടുമ്പോൾ 6 മണിക്കൂർ ഞാൻ നിലത്ത് കിടന്ന് ഉരുണ്ടതാ.
സ്വോത്രം. എൻ്റെ അപ്പൻ്റെ പെങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യം വിശ്വാസത്തിൽ വന്ന്. ഇന്ന് അമ്മച്ചിക്ക് 89 വയസ്സുണ്ട്. 65 വർഷം മുമ്പ് വിശ്വാസത്തിൽ വന്ന് 18 വർഷം വീട്ടുതടങ്ങളിൽ ആരാധിച്ചതാണ്. അങ്ങനെ വീട്ടുതടങ്ങി പുറത്തു പോകാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അമ്മച്ചിയുടെ പ്രാർത്ഥിക്കാനൊരു തെങ്ങലിലുള്ള ഒരു ശോശാമാമ ഇടയ്ക്കും ഒളിച്ചും പാത്തും ഒക്കെ വരും. ഇവർ രണ്ടുപേരും കൂടെ ഒരു മുറിക്കകത്തിരുന്ന് പാടുക. ആശാനുദേശി പണ്ട് പാടിയ പാട്ടുണ്ട്, തകർത്തിടി മുഴക്കം പോലെ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ കല്ലിലിയ. ഈ പാട്ട് പാടുമ്പോൾ വേണ്ട ശോശാമാമയ്ക്ക് ഒരു സംശയം, മോളി പാട്ട് കേൾക്കുന്നു. എന്താണെന്നറിയാനായിട്ട് കണ്ണു തുറന്നപ്പോൾ ഉണ്ടല്ലോ, കുന്നുംപുറത്തെ കുഞ്ഞുഞ്ഞമ്മേ അല്ല എൻ്റെ അപ്പൻ്റെ പെങ്ങളെ പരിശുദ്ധാത്മാവ് 7 അടി പൊക്കത്തിൽ ഇങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുക. തുള്ളുവല്ല, ഉയർത്തി നിർത്തിയിരിക്കുക. അപ്പം ന്യൂട്ടൻ്റെ ചലന നിയമമൊക്കെ തിരിയുന്ന ഒരിടമുണ്ട്. എവിടാ അത്? അതാ ഇന്ന് പകൽ ഡോക്ടറെ വിധിയൊക്കെ അങ്ങ് തിരുത്തപ്പെടും. ഓ, ഭയങ്കര രോഗസൗഖ്യത്തിൻ്റെ ആത്മാവിനെ ഞാൻ കാണുന്നുണ്ട്. നീ കിളുക്കുമെന്ന് മാത്രമല്ല, നിന്നിൽ നിന്നും കിളുക്കും. പറ, ഞാനും കിളുക്കും, എന്നിൽ നിന്നും കിളിർക്കും. ഉറപ്പുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി പറ, ഞാനും കിളിർക്കും. ദുഷ്ട സാത്താനോട് പറ, 84 കൊല്ലത്തെ എൻ്റെ പ്രാർത്ഥന വെറുതെയാന്ന് പറയുമ്പോൾ ഞാനിന്ന് പകൽ ഉറക്ക പറയുകയാ, ഞാനും കിളിർക്കും, എന്നിൽ നിന്നും കിളിർക്കും. ഓ ഫാസ്റ്റിംഗ് ഫോർ ഫ്രീഡം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള ദൂത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പകൽ ഈ ദൂത് നിന്നെ സ്പർശിച്ചെങ്കിൽ എൻ്റെ വിടുതൽ ഞാൻ ഉറപ്പിക്കുന്നെന്ന് പറയുന്ന എത്ര ദൈവമക്കൾ. യെസ്, ബൈബിൾ അടച്ചോ, കണ്ണടച്ചോ. ഞാനും കിളിർക്കും, എന്നിൽ നിന്നും കിളിർക്കും. ദുരാരാവാര. ഇത് സാധാരണ ഒരു കിളിർപ്പല്ല, ഒരു കൊയ്ത്തിന് വേണ്ടിയുള്ള കിളിർപ്പ്. ഒരു കൊയ്ത്തിന് വേണ്ടിയുള്ള കിളിർപ്പ്. ദൈവസഭയെ, ഇത് സാധാരണമായ കിളിർപ്പല്ല, ഇതൊരു കൊയ്ത്തിന് വേണ്ടിയുള്ള കിളിർപ്പാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെ ചിലത് ചെയ്യുക. ഒരു കൊയ്ത്ത് ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ എന്ന് പോലെ ശ്രദ്ധിക്കുന്നു. In the name of Jesus. കണ്ണുകളെല്ലാം അടച്ചോ, ഹൃദയമെല്ലാം ദൈവത്തിനെ തുറന്നോ. ഒരു കൊയ്ത്ത്, ഒരു കൊയ്ത്ത്, ഒരു കൊയ്ത്ത്. ഈ ദൂത് സ്പർശിക്കപ്പെട്ട എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ഒരു നിമിഷം ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? എനിക്കൊരു പ്രത്യേക ആത്മനിയോഗം ദൈവം തരിക. കൊയ്ത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നിയോഗമാണ് ദൈവം എനിക്ക് തരുന്നത്. യെസ്, കണ്ണുകൾ തുറക്കരുത്. 2 പേര് തമ്മിൽ കരങ്ങളെ കോർത്ത് പിടിച്ചാട്ടെ. അങ്ങനല്ലല്ലോ, ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം ഈ 2 പേര് കരക്കോർത്ത് പിടിച്ചാട്ടെ. 2 പേരില്ലാത്തടത്ത് മാത്രം 3 പേര് കൈ കൊടുത്താട്ടെ. ആ കൈ കൊടുത്ത ആളിന് വേണ്ടി പ്രാർത്ഥിച്ച് സർവൈവല് റിന്യൂവൽ ആകട്ടെ, റിവൈവൽ ആകട്ടെ. കണ്ണ് തുറക്കരുത് കേട്ടോ, കണ്ണ് തുറക്കരുത്. കയ്യെന്ന് കയ്യിലോട്ട് കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ ദൈവശക്തി പാസ് ചെയ്യും. നാളെ അവർ പറയണം, അനീഷ് തോമസ് പാസ് പ്രസംഗിച്ചപ്പോൾ വിടുതൽ നടന്നതല്ല, സഹോദരി പ്രാർത്ഥിച്ചതെന്നെ വിടുതലായി മാറി, സഹോദരൻ പ്രാർത്ഥിച്ചതെന്നെ വിടുതലായി മാറി എന്ന് പറയത്തക്ക രീതിയിൽ ഒരു വലിയ പകർച്ച അവരുടെ മേലുണ്ടാകാൻ